നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ വിവാഹശേഷം മറ്റൊരു വീട്ടിൽ താമസം തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും തന്നെ സ്വന്തമായൊരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി പൈസ മുടക്കേണ്ടത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനാണെന്നേ ഞാൻ പറയും. ഒരു ടിവിയോ ഫ്രിഡ്ജോ വാങ്ങിക്കുന്നതിനേക്കാൾ മുൻപേ വാങ്ങിക്കേണ്ടതും ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ്. കാരണം ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിലൂടെ വസ്ത്രം കഴുകുന്ന സമയവും അധ്വാനവും മാത്രമല്ല, അത് ഉണക്കി കിട്ടാനുള്ള, പ്രത്യേകിച്ച് മഴക്കാലത്ത് കിട്ടേണ്ട സമയവും കൂടിയാണ് ലാഭിക്കുന്നത്. ഇത് ജോലിക്കാർക്കാണ് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. സെമി, ഫുള്ളി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് എന്നിവയിൽ ഏത് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. സെമിയും ഫുള്ളി ഓട്ടോമാറ്റിക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഹൗസ് മെയ്ഡ്സ് പോലും സ്വന്തം വീട്ടിൽ സെമി മാറ്റി ഫുള്ളി ഓട്ടോമാറ്റിക് വാങ്ങിക്കുന്നത് അത്രയും സമയം മറ്റൊരു വീട്ടിൽ ഒരു പണി കൂടുതൽ ചെയ്ത് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ്. അത് തന്നെയാണ് അവിടുത്തെ ശരിയും. ഇനി ഒരു ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കപ്പാസിറ്റി എത്രയുള്ളതാണ് വാങ്ങിക്കേണ്ടത് എന്ന് അംഗങ്ങളുടെ എണ്ണം മാത്രമല്ല, നിങ്ങളുടെ പ്രായവും ആഴ്ചയിൽ എത്ര തവണ തുണി കഴുകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി കണക്കിലെടുത്ത് വേണം. അതായത് നവദമ്പതികളാകുമ്പോൾ രണ്ടുപേരെ ഒരു വീട്ടിൽ ഇപ്പോൾ ഉള്ളുവെങ്കിലും ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്ത് 7-8 കിലോ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീന് വേണ്ടി പോകുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ബജറ്റ് അനുവദിക്കുമെങ്കിൽ. കാരണം കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ വസ്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, എന്നും കഴുകുക എന്നുള്ളതും ഒരുപക്ഷെ ബുദ്ധിമുട്ടായി തീർന്നേക്കാം. എന്നാൽ 60 വയസ്സിന് മീതെ പ്രായമുള്ളവർ പുതിയ മെഷീന് വേണ്ടി പോകുമ്പോൾ വീട്ടിൽ രണ്ടുപേരെ ഉള്ളുവെങ്കിൽ 5-6 കിലോ കപ്പാസിറ്റി ഉള്ള മെഷീന് വേണ്ടി പോയാലും കുഴപ്പമില്ല. വല്ലാതെ വലിയ മെഷീൻ വാങ്ങിയാൽ അതിനനുസരിച്ച് തുണികളും ദിവസവും ഉണ്ടാകണം. അല്ലെങ്കിൽ ടബ് നിറയ്ക്കാൻ വേണ്ടി 3-4 ദിവസം മുഷിഞ്ഞ തുണികൾ കൂട്ടിയിടേണ്ടി വരും. ഹാഫ് ടബ് മാത്രം നിറയ്ക്കാനാണെങ്കിൽ പിന്നെ അത്രയും വലിയതിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്നാൽ ആഴ്ചയിൽ 2 തവണയെ ലോണ്ടറി ചെയ്യാൻ താല്പര്യമുള്ളൂ എന്നുള്ളവർ തീർച്ചയായും 8 കിലോയോ അതിനു മുകളിലോ കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീന് വേണ്ടി പോകുന്നതാണ് നല്ലത്. കൂടുതൽ വലിയ മെഷീൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ കൺസപ്ഷൻ എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് മറക്കേണ്ട. മറ്റൊന്ന്, 6 കിലോ കപ്പാസിറ്റിയുള്ള മെഷീനിൽ 30 വസ്ത്രങ്ങൾ വരെ ഇടാമെന്ന് പറയുമ്പോൾ 5 കുർത്തിയും 5 പാൻറ്റും 10 ഷർട്ടും ഇടാമെന്നല്ല എൻ്റെ അർത്ഥം. ഈ 30 എണ്ണത്തില് ബനിയനും അണ്ടർ ഗാർമെന്റ്സും തുടങ്ങിയ ഇന്നേഴ്സും സോക്സും വരെ ഉൾപ്പെട്ടതാണ് എന്ന് മറക്കരുത്. അടുത്തതായി, പല ബ്രാൻഡുകളും വല്ലാതെ കൊട്ടിഘോഷിച്ച് പറയുന്ന ഒരു പോയിന്റാണ് നമ്പർ ഓഫ് പ്രോഗ്രാംസ്. എന്നാൽ ഈ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഒരിക്കലും വളരെ പ്രധാനമായി കണക്കിലെടുക്കേണ്ട ഒരു കാര്യമല്ല, പ്രത്യേകിച്ചും ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനുകളിൽ. കാരണം ടോപ്പ് ലോഡിങ്ങിൽ നമ്മുടെ സൗകര്യവും ആഗ്രഹവും അനുസരിച്ച് വെള്ളത്തിന്റെ അളവും വാഷ് ടൈമും റിൻസ് നമ്പറും സ്പിൻ ടൈമും എന്നിവ സെറ്റ് ചെയ്യാൻ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് പ്രോഗ്രാമുകളുടെ ആ ഒരു പരസ്യം കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഒരു തീരുമാനമെടുക്കരുത്. അടുത്തതായി, ഹോട്ട് വാട്ടർ വാഷ് വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻബിൽറ്റ് ഹീറ്റർ ഉള്ള മെഷീനു വേണ്ടി തന്നെ പോകേണ്ടി വരും. ഇനി അത്തരം ഒരു മെഷീൻ അല്ല, ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്തരം ഒരു മെഷീൻ അല്ല നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, എന്നിട്ടും ഹോട്ട് വാട്ടർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഹോട്ട് വാട്ടർ ഇൻലെറ്റ് കൂടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് നോർമൽ വാട്ടർ ഇൻലെറ്റ് കൂടാതെ രണ്ടാമതൊരു ഇൻലെറ്റ് കൂടി ഹോട്ട് വാട്ടറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രം പോരാ, ഈ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ് കൂടെ ഉണ്ടായിരിക്കണം, മറ്റൊരു ടാപ്പ് ഉണ്ടായിരിക്കണം, ഗീസർ ഉണ്ടായിരിക്കണം. മാത്രമല്ല മെഷീനുള്ളിൽ സ്റ്റീൽ ഡ്രം ആണെന്ന് കൂടി ഉറപ്പുവരുത്തുക. ഇനി ഇതൊന്നുമില്ല എന്നിട്ട് ഹോട്ട് വാട്ടർ വേണം എന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ ഹോട്ട് വാട്ടർ എടുത്ത് മെഷീനുള്ളിൽ ഒഴിക്കേണ്ടി വരും. നിങ്ങൾ വാങ്ങിക്കുന്ന മോഡലിൽ ഇൻവെർട്ടർ മോട്ടോർ ഉണ്ടെങ്കിൽ പവർ കൺസംഷൻ കുറയ്ക്കാൻ സഹായിക്കും. AI സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആപ്പിലൂടെ പ്രവർത്തിപ്പിക്കാമെങ്കിലും തുണിയിടാനും ഡിറ്റർജന്റ് ഇടാനും മാനുവലി മാത്രമേ പറ്റൂ എന്നുള്ളതിനാൽ അതിനത്ര പ്രാധാന്യമില്ല. എന്നാൽ മെഷീനിൽ എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ അത് ആപ്പിൽ കാണിക്കും എന്ന് അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. മെഷീന്റെ ഗ്ലാസ് ലിഡിന് സോഫ്റ്റ് ക്ലോസിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സൗകര്യം. ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ രംഗത്തെ ബ്രാൻഡുകൾ പലതുമുണ്ടെങ്കിലും പ്രമുഖർ LG, സാംസങ്, വേൾപൂൾ എന്നിവ തന്നെയാണ്. വർഷങ്ങളായി ഫ്രണ്ട് ലോഡ് മാത്രം ഇറക്കിയിരുന്ന ബോഷ്, IFB തുടങ്ങിയവരും കുറച്ചു കാലമായി ടോപ്പ് ലോഡിംഗ് കൂടി മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും LG, സാംസങ്, വേൾപൂൾ എന്നിവയെ കടത്തിവെട്ടാനായിട്ടില്ല. ഇനി ഇവ മൂന്നിൽ നിന്നും ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞുകൊള്ളൂ. റാറ്റ് മെഷ്, ലിൻഡ് ഫിൽറ്റർ, ഓട്ടോ റീസ്റ്റാർട്ട്, 2 years വാറണ്ടി എന്നിവ എല്ലാ ടോപ്പ് ലോഡിംഗ് ബ്രാൻഡുകളും കൊടുക്കുന്നുണ്ട്. സാംസങ് ആൻഡ് LGയുടെ പ്രധാന ഗുണം ഏത് ചെറിയ ടൗണിൽ പോലും കാണാനാവുന്ന സർവീസ് സെന്ററുകളും സുലഭമായി കിട്ടുന്ന സ്പെയർ പാർട്സുമാണ്.
പ്രവർത്തന സമയത്തെ ശബ്ദം കുറവുള്ളത് സാംസങ്ങിനും വേൾപൂളിലെ ചില മോഡലുകളിലുമാണ്. 40 RPMഉം 4ഓളം പ്രോഗ്രാമുകളും വേൾപൂളിൽ കൂടുതലുണ്ട്. വേൾപൂളിന്റെ മറ്റൊരു ഗുണം ഹാർഡ് വാട്ടർ സപ്പോർട്ടും ലോ വാട്ടർ പ്രഷർ ഫില്ലും ഉണ്ടെന്നതാണ്. ഇൻബിൽറ്റ് വാട്ടർ ഹീറ്റർ ടോപ്പ് ലോഡിൽ കൊണ്ടുവന്ന ആദ്യ ബ്രാൻഡും വേൾപൂളാണ്. എങ്കിലും സാംസങ് ആൻഡ് LGക്കാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത്. വേൾപൂളിന് അത് 4 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. 3 ബ്രാൻഡുകളും കപ്പാസിറ്റി, ഡിജിറ്റൽ ഇൻവെർട്ടർ, AIS സപ്പോർട്ട് എന്നിവയ്ക്കനുസരിച്ച് 15,000 തൊട്ട് 26,000 രൂപയ്ക്കുള്ളിൽ ലഭ്യമാണ്. ഇത്രയും കാര്യങ്ങൾ അനുസരിച്ച് ഒരു മോഡൽ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാം. നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നത് 15-20 വർഷങ്ങൾ ഒരേ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്ന ഉപകരണം ഉപയോഗിക്കാനാണോ, അതോ 10 വർഷം കൂടുമ്പോൾ പഴയത് മാറ്റി അതാത് സമയത്തെ ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് എന്ന്. ഏതായാലും 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ 4-5 ആയിരങ്ങൾ റിപ്പയറിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടി വരുമെങ്കിൽ തീർച്ചയായും പുതിയൊരു മോഡലിന് വേണ്ടി പോകുക. മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.